Hello everyone, welcome to our video class section. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ +2 ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ, എക്കോളജി ചാപ്റ്റേഴ്സിൽ അതിൽ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇതെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി മറ്റുള്ള ചാപ്റ്റേഴ്സ് നോക്കുമ്പോൾ ഇതെന്താണ്, ഒരു സിമ്പിൾ ചാപ്റ്റേഴ്സാണ് എന്ത് എക്കോളജി ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇതിലെ മാർക്ക് എന്ന് പറയുന്നത് ഫുൾ മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം, നേടിയെടുക്കാനായിട്ട് കഴിയണം. ഓക്കെ, നമ്മളൊന്ന് മനസ്സിലാച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫുൾ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കയ്യിൽ ഒതുങ്ങും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. Carnivorous animals, lions and leopards occupy the same niche, but lions predate mostly larger animals and leopards take smaller ones. This mechanism of competition is referred to as. അപ്പോൾ ഒരേ ഏരിയയിൽ തന്നെ അവിടെ ആരുണ്ട്, ലയൺ ഉണ്ട്, ലെപ്പേർഡ് ഉണ്ട് അല്ലേ. അപ്പോൾ അവർ തമ്മിൽ അവിടെ കോമ്പറ്റീഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി അവർ എന്താണ് ചെയ്യുന്നുണ്ടാവുക, ക്യാരക്ടർ ഡിസ്പ്ലേസ്മെൻ്റ് ആണോ, അൾട്രൂയിസം ആണോ, റിസോഴ്സ് പാർട്ടീഷനിങ്, കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ. അവിടെ നടക്കുക എന്തായിരിക്കും, റിസോഴ്സ് പാർട്ടീഷനിങ്. ഓക്കെ, അതായത് ഒരേ ഭാഗത്ത് താമസിക്കുക, പക്ഷെ അവർക്ക് ഒരേ ഫുഡിനാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് അവരെന്ത് സംഭവിക്കുകയാണ്, അവരത് ഒഴിവാക്കിയിട്ട് അവിടെ എന്താ റിസോഴ്സ് പാർട്ടീഷനിങ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, between which among the following the relationship is not an example of commensalism. തന്നതിലെ കമൻസാലിസത്തിന് എക്സാമ്പിൾ അല്ലാത്തത് അതിൽ ഏതാണെന്ന് ചോദിച്ചേക്കണേ. കൊടുത്തേക്കണ നോക്കി നോക്കുക. ഓർക്കിഡ് ആൻഡ് the tree on which it grows, cattle, egret and grazing cattle, sea anemone and clownfish, ഫീമെയിൽ വാസ്പ് ആൻഡ് ഫിഗ് സ്പീഷീസ്. ഓക്കെ, ഇപ്പോൾ കമൻസാലിസം എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾക്ക് എന്തുണ്ടാവുക, ബെനിഫിറ്റ് ഉണ്ടാവുക അല്ലേ, മറ്റേ എന്താവുക, ഗുണവും ഇല്ല ദോഷവും ഇല്ലാത്തതാണ്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുകയാണെങ്കിൽ ഈ ഫീമെയിൽ വാസ്പിൻ്റെയും ഫിഗ് സ്പീഷീസ് കേസ് നോക്കിയൊക്കെ അവിടെ രണ്ടുപേർക്കും എന്താണ് ബെനിഫിറ്റ് ആണുള്ളത് അല്ലേ. മെനി ഫിഗ് ട്രീസ് ആൻഡ് വാസ്പ് എന്താണ് എക്സാമ്പിളാണ്, മ്യൂച്വലിസത്തിനുള്ള എക്സാമ്പിളാണ്. കാരണം ഫിഗ് സ്പീഷീസിലെ പോളിനേഷൻ നടക്കണമെന്നല്ലേ, ആ വാസ്പ് സ്പീഷീസ് വഴിയാണ് പോളിനേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്തിലെ എക്സാമ്പിളാണ്, ആ ഫീമെയിൽ വാസ്പും ഫിഗ് സ്പീഷീസ് എന്ന് പറയുന്നത് മ്യൂച്വലിസത്തിന്. അപ്പോൾ ഇതിലെ ഓട് വൺ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നിഷ് ഈസ് all the biological factors in the organism's environment, the physical space where an organism lives, the range of temperature that the organism need to live, the functional role played by the organism where it lives. അപ്പോൾ നിഷ എന്നാണെങ്കിൽ നിഷ് എന്ന് പറയാം അല്ലേ, അത് പറയണമെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറയണമെങ്കിൽ ദ ഫങ്ഷണൽ റോൾ പ്ലേഡ് ബൈ ദ ഓർഗാനിസം വേർ ഇറ്റ് ലിവ്സ്. അതാണ് എന്താ നിഷയുടെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ. ഓക്കെ, ഇനി നേറ്റാലിറ്റി റെഫേഴ്സ് ടു, അപ്പോൾ 3യുടെ ഓപ്ഷൻ എന്ന് വരിക ഡി ആണ് കേട്ടോ വരിക. ഇനി നേറ്റാലിറ്റി റെഫേഴ്സ് ടു, നേറ്റാലിറ്റി എന്ന് പറയണമെങ്കിൽ അത് എന്താണെന്ന് ചോദിച്ചാൽ കേട്ടോ, നേറ്റാലിറ്റി. അപ്പോൾ ഒന്ന് ആലോചിക്കണം, നേറ്റാലിറ്റി എന്ന് പറയണമെങ്കിൽ നമ്മളുടെ മോർട്ടാലിറ്റിയുടെ നേരെ ഓപ്പോസിറ്റാണ് എന്ത്, നേറ്റാലിറ്റി. അപ്പോൾ മോർട്ടാലിറ്റി എന്താണ്, ഡെത്ത് റേറ്റ് ആണ്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്നത് എന്തായിരിക്കും, അത് ബർത്ത് റേറ്റ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള, കറക്റ്റ് ആണെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം, 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ന്യൂമാറ്റോഫോഴ്സ് ഒക്കേഴ്സ് ഇൻ, ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയുന്നത് കാണുന്നത് എവിടെയാണ്, ഹാലോഫൈറ്റ്സ്, ഫ്രീ ഫ്ലോട്ടിംഗ് ഹൈഡ്രോഫൈറ്റ്സ്, കാർണിവോറസ് പ്ലാന്റ്സ്, സബ്മർജ്ഡ് ഹൈഡ്രോഫൈറ്റ്സ്. അപ്പോൾ ഈ ന്യൂമാറ്റോഫോഴ്സ് കാണുന്നത് അവിസീനിയ എന്ന ഗ്രൂപ്പ് പ്ലാന്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതിലൊക്കെ ന്യൂമാറ്റോഫോഴ്സ് കാണാൻ സാധിക്കും. ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയുന്നതാണ് ഹാലോഫൈറ്റ്സ്, അത് നമ്മുടെ ചതുപ്പ് നില എന്ന് പറയില്ലേ, അവിടെ കാണുന്നതാണ് എന്ത് ന്യൂമാറ്റോഫോഴ്സ്. ന്യൂമാറ്റോഫോഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്, സാധാരണ റൂട്ട് താഴോട്ടല്ലേ വളരുക, അതായത് പോസിറ്റീവ് ജിയോട്രോപ്സം. ഇത് നെഗറ്റീവ് ജിയോട്രോപ്സം കാണിക്കുന്ന റൂട്ടാണ് എന്ത്, ന്യൂമാറ്റോഫോർസ് എന്ന് പറയുന്നത്. ഓക്കെ, 6th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് പ്ലാന്റ്സ് ഷോസ് എ വെരി ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ദ സ്പീഷീസ് ഓഫ് മോത്ത് വേർ നൺ ഓഫ് ദ ടു ക്യാൻ കംപ്ലീറ്റ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ വിത്തൗട്ട് ദ അതർ. ഓക്കെ, തന്നതിൽ ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് മോത്തിനോട് എന്താണ് വളരെ ക്ലോസ് റിലേഷൻ കാണിക്കുന്ന ഒരു സ്പീഷീസാണ്. മാത്രമല്ല നൺ ഓഫ് ദ ടു ക്യാൻ കംപ്ലീറ്റ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ വിത്തൗട്ട് ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് ഏതാണ് ഇതിൽ എക്സാമ്പിൾ, ഹൈഡ്രില്ല, യൂക്ക, ബനാന, അതുപോലെ തന്നെ പയോള. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ക്ലോസ് റിലേഷൻഷിപ്പ് സ്പീഷീസ്, മോത്ത് സ്പീഷീസിൻ്റെ ക്ലോസ് റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നത് ഏതാണ്, യൂക്ക എന്ന് പറഞ്ഞ ഓർഗാനിസംസ് ആണ്. ഓക്കെ, ഇനി നോക്കിയൊക്കെ ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. ഇൻ എ ഗ്രോയിങ് പോപ്പുലേഷൻ ഓഫ് എ കൺട്രി, ഗ്രോയിങ് പോപ്പുലേഷൻ ഒരു രാജ്യത്തെ ഗ്രോയിങ് പോപ്പുലേഷനാണ് പറയുന്നത് അല്ലേ. അവിടെ സംഭവിക്കുമ്പോൾ എന്താ, പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ആർ മോർ ദാൻ ദ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ്, reproductive individuals are less than the post reproductive individuals, reproductive and pre reproductive individuals are equal in number,
പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ആർ ലെസ് ദാൻ ദ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ അവിടെ എന്താ വരിക, അതായത് ഗ്രോയിങ് ആണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഏത് ഓപ്ഷൻ ക്ലിയർ ആയിട്ട് വരിക, പ്രീ റീപ്രൊഡക്റ്റീവ്, അതായത് റീപ്രൊഡക്റ്റീവ് ഏജ് എത്തുന്നതിനൊക്കെ മുന്നേ ഉള്ള ആളുകൾ അല്ലേ. പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ആർ മോർ ദാൻ ദ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ്. പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ആർ മോർ ദാൻ ദ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ്. അതാണ് എന്ത് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ. Which one of the following population interaction is widely used in medical science for the production of antibiotics? ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് തന്ന ഇതിലെ ഏത് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. കെമൻസാലിസം, മ്യൂച്വലിസം, പാരസൈറ്റിസം, അമെൻസാലിസം. അതിലേതാണ്, അതായത് അമെൻസാലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് അമെൻസാലിസ് ആണ്. അമെൻസാലിസ് വെച്ചിട്ടുണ്ടെങ്കിൽ an interaction between two different species in which one species is harmed and the other species is neither harmed or benefited. അപ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക് സ്റ്റഡി ചെയ്യാനുള്ളതാണ് അല്ലേ. അപ്പോൾ ഒരാൾക്ക് എന്താണ് ദോഷം വരുന്നുണ്ട്, മറ്റൊരാൾക്ക് എന്താ ഉണ്ടാവുന്നില്ല, ഗുണവും കിട്ടുന്നില്ല, ദോഷം കിട്ടുന്നില്ല. അതുകൊണ്ട് ആ അമെൻസാലിസം എന്ന് പറയുന്ന പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത് കൊടുത്തിട്ടുണ്ട് എ സിംപ്റ്റോട്ട് ഈസ് എ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ഈസ് ഒബ്റ്റെയിൻഡ് വെൻ. എ സിംപ്റ്റോട്ട് ഇൻ എ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എപ്പോഴാണ്, ദ വാല്യൂ കെ ഇസ് ഈക്വൽ ടു എൻ ആകുമ്പോഴാണോ, കെ എന്ന് പറയുന്നത് എന്നിനേക്കാളും ഗ്രേറ്റർ ആകുമ്പോഴാണോ, കെ എന്ന് പറയുന്നത് എന്നിനേക്കാളും ലെസ്സർ ആകുമ്പോഴാണോ, അല്ലെങ്കിൽ ദ വാല്യൂ ഓഫ് ദ ആർ അപ്രോച്ച് 0. ഇതിലേതാവുമ്പോഴാണ് അവിടെ എന്ത് വരിക, ആ കർവ് എന്ന് പറയുന്നത് ആ ലോജിസ്റ്റിക് കർവ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. കെ ഇസ് ഈക്വൽ ടു എൻ. കെ ഇസ് ഈക്വൽ ടു എൻ വരുമ്പോഴാണ് നമ്മൾ ആ കർവ് അല്ലേ, ആ കർവ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ പോപ്പുലേഷൻ ഗ്രോത്തിലാണ് നമ്മൾ ആ കർവൊക്കെ പഠിക്കുന്നത്. കെ എന്ന് പറയണമെങ്കിൽ എന്താണ്, അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റിയാണ് എന്ത് കെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻ എന്ന് പറയുന്നതാണ് ആ പോപ്പുലേഷൻ ഡെൻസിറ്റി, ആ ടൈം ടിയിലുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ് എന്ത് എൻ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് ഇനി ഇതുവരെ എടുത്ത പോർഷനിൽ നിങ്ങളൊന്ന് നോക്കി നോക്കുക. നിങ്ങൾക്ക് ഇത് നമ്മളിപ്പോൾ ഒരു 9 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ 9 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിൽ നമ്മളിത് കണ്ടു, ഈ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ എന്നുള്ള ആ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കണ്ടു അല്ലേ. അപ്പോൾ ആ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അമെൻസാലിസം എന്താണെന്നും അതുപോലെ തന്നെ അമെൻസാലിസം എന്താണെന്നും നമ്മൾ ക്ലാസ് എടുത്തിരിക്കുമ്പോൾ നമ്മളത് കൃത്യമായി പറഞ്ഞതാണ്. അമെൻസാലിസം എന്താണ്, അമെൻസാലിസം എന്താണ്, മ്യൂച്വലിസം എന്താണെന്ന്. അപ്പോൾ അതൊന്ന് നല്ലോണം നോക്കണം കേട്ടോ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. Plants which produce characteristic pneumatophores and show vivipary belong to. അപ്പോൾ സെയിം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചതാണ് അല്ലേ. ഹാലോഫൈറ്റ്സ് ആണോ, സാമോഫൈറ്റ്സ് ആണോ, ഹൈഡ്രോഫൈറ്റ്സ് ആണോ, മീസോഫൈറ്റ്സ് ആണോ? അതെവിടെ വരിക, ഹാലോഫൈറ്റ്സിലാണ് വരിക കേട്ടോ. ഹാലോഫൈറ്റ്സിലാണ് എന്ത് ന്യൂമാറ്റോഫോർസ് കാണിക്കുന്നത്, ഹാലോഫൈറ്റ്സിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, presence of plants arranged into well defined vertical layers depending on their height can be seen in. അതെ, ആ പ്ലാന്റുകൾ ഒരു വെർട്ടിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുക അല്ലേ. അത് കാണാൻ കഴിയുന്നത് എവിടെയാണെന്ന്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണോ, ടെമ്പറേറ്റ് ഫോറസ്റ്റ് ആണോ, ഗ്രാസ് ലാൻഡ് ആണോ, അതല്ലെങ്കിൽ ട്രോപ്പിക്കൽ സാവന്നയിലാണോ? അപ്പോൾ എവിടെ നമുക്ക് കാണാൻ സാധിക്കുക, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണ് നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് കാണാൻ പറ്റുക, ആ ലേയേഴ്സ്, വെർട്ടിക്കൽ ലേയേഴ്സ് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ട് കാണാനായിട്ട് സാധിക്കും. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മഴ പെയ്യുന്ന അല്ലേ, അവിടെ ചെടികൾക്ക് വളരാനുള്ള അല്ലെങ്കിൽ മരങ്ങൾക്ക് വളരാനുള്ള എല്ലാ കണ്ടീഷൻസും ഉള്ളതാണ് എന്ത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. മൈക്കോറൈസ ആർ ദ എക്സാമ്പിൾസ് ഓഫ്. മൈക്കോറൈസ എന്ന് പറയുന്നത് എമൻസാലിസം ആണോ, അതല്ലെങ്കിൽ ആൻറ്റിബയോസിസ് ആണോ, മ്യൂച്വലിസം ആണോ, അതല്ലെങ്കിൽ എന്താണ് ഫംജിസ്റ്റേറ്റ്സ് ആണെന്ന്. അപ്പോൾ നമ്മളുടെ മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈക്കോറൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ നമ്മൾ ഹയർ റൂട്ട്സിൻ്റെ അല്ലേ ആ പ്ലാന്റുകളുടെ റൂട്ടിൽ കാണുന്ന ഫംഗൽ അസോസിയേഷനാണ് എന്ത് മൈക്കോറൈസ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മൈക്കോറൈസ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആയിരിക്കും, അപ്പോൾ 2 പേർക്ക് ബെനിഫിറ്റ് കിട്ടുന്നതുകൊണ്ട് അതെന്തായിരിക്കും, മ്യൂച്വലിസം. ക്ലിയർ ആയ, മ്യൂച്വലിസം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഫോർ ആർ സെലക്റ്റഡ് സ്പീഷീസ്. ആർ സെലക്റ്റഡ് സ്പീഷീസിന് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ആർ എന്ന് പറയുന്നത് എന്താ, ഇൻട്രൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണ് കേട്ടോ. അപ്പോൾ നോക്കി നോക്കി എന്താ, ലാർജ് നമ്പർ ഓഫ് പ്രോജനി with small size, large number of progeny with large size, small number of progeny with small size, small number of progeny with large size. Which of the following is correct for R selected species? എന്തായിരിക്കും, ലാർജ് നമ്പർ ഓഫ് പ്രോജനി വിത്ത് സ്മോൾ സൈസ്. അപ്പോൾ നമ്മൾ ഈ ലോജിസ്റ്റിക് കർവിലാണ് നമ്മൾ ഈ ആറൊക്കെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലാർജ് നമ്പർ ഓഫ് പ്രോജനി, ഒരുപാട് പ്രോജനി ഉണ്ടാവും വിത്ത് സ്മോൾ സൈസ്. അതാണ് എന്ത് ഏറ്റവും ആർ സെലക്ഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും സ്യൂട്ടഡ്
ആയിട്ടുള്ള ലെറ്റർ എന്ന് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ആർ സെലക്റ്റഡ് സ്പീഷീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ലാർജ് നമ്പർ ഓഫ് പ്രോജനി വിത്ത് സ്മോൾ സൈസ്. ക്ലിയർ ആയോ? ഹലോ എവരി വൺ. ഓക്കെ, അപ്പോൾ ആർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിലും ഡൗട്ടുകളുണ്ട്. ആർ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം ചില ഓർഗാനിസംസ് ഒക്കെ അല്ലേ, അതായത് ആ ഒരു എൻവയോൺമെൻറ്റ് കണ്ടീഷനിൽ അവർക്ക് എത്തിപ്പോകാൻ പറ്റുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ഒരുപാട് അവരുടെ ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിൽ കുറച്ച് ഓസ്പ്രിങ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ, നിലനിന്ന് പോവുള്ളൂ. അതാണ് ആർ സെലക്ഷൻ പറയുന്നത്. ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ അവരുടെ ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അത്ര ലെസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒരുപാട് ഓസ്പ്രിങ്സിന് പ്രൊഡ്യൂസ് ചെയ്യുക. അതിനെ വിളിക്കുന്ന പേര് എന്താണ്, ആർ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 14th ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ. 14th ക്വസ്റ്റ്യൻ നമ്പർ 40 നോക്കുമ്പോൾ if plus sign assigned to beneficial interaction and minus sign to determinal and O sign to neutral, O എന്നല്ല സീറോ കേട്ടോ, സീറോ sign to neutral interaction, then the population interaction is represented by plus അല്ലെങ്കിൽ minus refers to. പ്ലസ് മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരികയാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള പോപ്പുലേഷൻ ഇൻട്രാക്ഷനെയാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുണം അല്ലേ. മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ, ദോഷം എന്ന് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി അവിടെ നമ്മൾ സീറോ കൊടുക്കുകയാണെങ്കിൽ എന്താ, ബെനിഫിഷ്യനും ഇല്ല, അതുപോലെ തന്നെ ഹാമും ഇല്ല. അങ്ങനെയാണെങ്കിൽ തന്നതിൽ ഏതായിരിക്കുന്നത്, മ്യൂച്വലിസം എന്ന് പറയുന്നത് നമുക്ക് രണ്ടുപേർക്ക് ഗുണമാണെന്നല്ലേ. അപ്പോൾ രണ്ട് എന്ത് വേണ്ടത്, അവിടെ രണ്ട് വേണ്ടത് ഒരു പോസിറ്റീവ് സൈനാണ് അവിടെ വേണ്ടത്. ഇനി നമുക്ക് നോക്കി നോക്കുക, അവിടെ അടുത്ത് എന്താണ്, അമെൻസാലിസം ആണെങ്കിൽ അവിടെ എന്താ വേണ്ടത്, ഒരു സ്പീഷീസിന് നെഗറ്റീവും അടുത്ത സ്പീഷീസിന് എന്താ വേണ്ടത്, സീറോ ആണ് വേണ്ടത്. അപ്പോൾ അതുമല്ല. ഇനി കമൻസാലിസം ആണെങ്കിൽ എന്ത് വേണ്ടത്, കമൻസാലിസിന് രണ്ടും നെഗറ്റീവാണ് വേണ്ടത്, കമൻസാലിസിന് വേണ്ടത്. പാരസൈറ്റിസിനാണെങ്കിൽ എന്ത് വരിക, ഒരാൾക്ക് ഗുണം വരും, ഒരാൾക്ക് എന്ത് വരിക, ദോഷവും വരുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എന്ത് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ? The principle of competitive exclusion was started by. The principle of competitive exclusion was started by. ആരാണ് കോമ്പറ്റീവ് എക്സ്ക്ലൂഷൻ തിയറി കൊണ്ടുവന്നത്? സി ഡാർവിൻ, ജി എഫ് ഗോസ്, എം എക് ആർദർ, വേളസ്റ്റ് ആൻഡ് പേൾ. കൊണ്ടുവന്ന ആരാണ്? ജി എഫ് ഗോസ്. ഓക്കെ, അത് ഗോസസ് തിയറി എന്ന് കൂടെ പറയൂ കേട്ടോ, ഗോസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ജി എഫ് ഗോസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്, നോക്കി നോക്കുക. ഇറ്റ് ഈസ് മച്ച് ഈസിയർ ഫോർ സ്മോൾ അനിമൽ ടു റൺ അപ്പ് ഹിൽ ദാൻ എ ലാർജ് അനിമൽ ബിക്കോസ്. ചെറിയ അനിമൽസിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്തായി ക്ലൈംബ് ചെയ്യാൻ പറ്റും അല്ലേ. പക്ഷെ വലിയ അനിമൽസിന് അത് പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന്, small animals have lower oxygen requirement. The efficiency of muscles in large animals is less than the small animals. It is easier to carry a small body weight. Smaller animals have a higher metabolic rate. അപ്പോൾ അത് റീസൺ എന്ന് പറയുന്നത് സ്മോൾ ആയിട്ടുള്ള അനിമൽസിനാണെങ്കിൽ ഹയർ ആയിട്ട് എന്തിനായിരിക്കും, മെറ്റാബോളിക് റേറ്റിനായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് വളരെ സ്പീഡായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്പ് ഹില്ലിന് നേരെ പെട്ടെന്ന് തന്നെ ക്ലൈംബ് റൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എന്ത് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കി നോക്കാം. വെൻ ഡസ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് എ പോപ്പുലേഷൻ ഫോളോവിങ് ദ ലോജിസ്റ്റിക് മോഡൽ ഈക്വൽ 0? ദ ലോജിസ്റ്റിക് മോഡൽ ഈസ് ഗിവൺ ആസ് dn/dt ഈസ് ഈക്വൽ ടു rn ബ്രാക്കറ്റ് എടുത്തിട്ട് 1 - n/k. ഇത് എന്ന് പറയുന്നത് എങ്ങനെയാണ് ലോജിസ്റ്റിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യുന്നത് അല്ലേ. ആ ലോജിസ്റ്റിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യുന്നത് എപ്പോൾ വേണം, n/k ഈസ് എക്സാക്ട്ലി 1 ആകുമ്പോഴാണ് എന്ത് അവിടെ ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് പറയുന്നത് അറ്റൈൻ ചെയ്യുന്നത്. n/k ഈസ് എക്സാക്ട്ലി 1 ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യും, അവിടെ ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് പറയുന്നത് അറ്റൈൻ ചെയ്യും. ക്ലിയർ? Gauss's principle of competitive exclusion states that എന്താ ഗോസസ് തിയറം പറയുന്നത്, no two species can occupy the same niche indefinitely for the same limiting resources. Larger organisms exclude smaller ones through competition. More abundant species will exclude the less the abundant species through competition. Competition for the same resources exclude species having different food preferences. അപ്പോൾ എന്താ വരിക, no two species can occupy the same niche indefinitely for the same limiting resources. അല്ലേ, രണ്ട് പേർക്ക് ഒരേ സാധനങ്ങളാണെങ്കിൽ അവരെന്ത് വരും, അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുമോ, ഇല്ല. അവിടെ എന്ത് വരും, കോമ്പറ്റീഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വായിച്ചത് ലയണോ ലെപ്പേഡോ ഒക്കെ അവരുടെ റിസോഴ്സ് പാർട്ടീഷനിങ്ങിൽ വ്യത്യാസം കാണിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി വെക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇൻട്രാക്ഷൻസ് ബോത്ത് ദ പാർട്ട്നേഴ്സ് ആർ അഡ്വേഴ്സലി എഫക്റ്റഡ്? രണ്ട് പേരും അഡ്വേഴ്സലി എഫക്റ്റഡ് ആവുന്നത് ഏത് കേസിലായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞാൽ എപ്പോഴാണ്, ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ അല്ലേ. ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കുക, അവിടെ രണ്ട് പേർക്കും എന്താണ് അവിടെ ഹാംഫുൾ ആണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, രണ്ടുപേരും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അത് കോമ്പറ്റീഷനാണ് കേട്ടോ. ഇനി an association of individuals of different species living in the same habitat and having functional interaction is എന്താണ്, എക്കോസിസ്റ്റം ആണോ, എക്കോളജിക്കൽ നിഷ്, പോപ്പുലേഷൻ, ബയോട്ടിക് കമ്മ്യൂണിറ്റി. അതെന്താ വിളിക്കുക, an association of individuals of different species living in the same habitat, okay, and having functional interaction. അതിന് വിളിക്കുന്ന പേരെന്താണ്,
ബയോട്ടിക് കമ്മ്യൂണിറ്റി. അത് വിളിക്കുന്ന പേരെന്താണ്? ബയോട്ടിക് കമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ കുറേ ഡയറക്റ്റീവ് സിസ്റ്റം നമ്മളൊന്ന് നോക്കി നോക്കണം. ഡയറക്റ്റീവ് സിസ്റ്റം പിന്നെ നമ്മൾ എന്ത് പറയുക, അതിൻ്റെ ഓപ്ഷൻസ് നമ്മൾ വായിക്കുന്നില്ല കേട്ടോ. അടുത്തൊരു ഗ്രാഫ് കൊടുത്തേക്കുന്നത് അല്ലേ. ദ ഫോളോവിങ് ഗ്രാഫ് ഡെപ്പിസിറ്റ്സ് ചേഞ്ചസ് ഇൻ ടു പോപ്പുലേഷൻ എ ആൻഡ് ബി ഹെർബിവോറസ് ഇൻ എ ഗ്രേസി ഫീൽഡ്. എ പോസിബിൾ റീസൺ ഫോർ ദീസ് ചേഞ്ചസ് ഈസ് ദാറ്റ്. രണ്ട് ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫിൽ ഒരു ഗ്രേസിങ് ഫുഡ് ചെയിൻ്റെ അല്ലേ, ഒരു ഫുഡ് ചെയിൻ്റെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ബി എന്ന് പറഞ്ഞത് അവിടെ കൂടി വരികയാണ്, അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞത് ഡിക്ലൈൻ ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലേ. അപ്പോൾ എന്താണ്? The population A produced more offsprings than the population B. The population A consumed the members of population B. Both plant populations in this habitat decreased. Population B competes more successfully for food than population A. When the area population B competes more successfully for food than എന്താണ് പോപ്പുലേഷൻ എ. അവരത് കുറച്ച് സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് അവരവിടെ എന്ത് ചെയ്ത് സ്റ്റേ ചെയ്ത് പോകുന്നത്, അവർ ഇൻക്രീസ് ചെയ്യണത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 22. Just as a person moving from Delhi to Shimla to escape the heat for the duration of hot summer, thousands of migratory birds from Siberia and other extremely cold northern regions moved to എങ്ങോട്ടാ മൂവ് ചെയ്യുക എന്നുള്ളത് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്തെന്ന്, കോളിയോഡോ നാഷണൽ പാർക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ. അവരെ മൈഗ്രേറ്ററി ബേർഡ്സ് സൈബീരിയയിൽ നിന്നും അതുപോലെ തന്നെ മൂവ് ചെയ്യുന്നത് കോളിയോഡോ നാഷണൽ പാർക്കിൽ നിന്നും മൂവ് ചെയ്യുന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? എന്താണ്? കോളിയോഡോ നാഷണൽ പാർക്ക്. നമ്മൾ എവിടെയാണ് പഠിച്ചത്? നമ്മൾ ആ ഓരോ അബയോട്ടിക് ഫാക്ടേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ നമ്മളത് പറഞ്ഞതാണ്. എന്ത്? മൈഗ്രേഷൻ സംഭവിക്കുമ്പോൾ എന്താണ്, ഫോർ എക്സാമ്പിൾ ഡ്യൂറിങ് വിൻ്റർ കോളിയോഡോ നാഷണൽ പാർക്ക് ഹോസ്റ്റ് migratory birds coming from Siberia and other extremely cold northern regions. ഈ കോളിയോഡോ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് നമ്മളെ രാജസ്ഥാനിലെ ഭരത്പൂർ എന്ന് പറഞ്ഞ പ്ലേസിലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ബിസൈഡ്സ് പാഡി ഫീൽഡ് സൈനോബാക്ടീരിയ ആർ ഓൾസോ ഫൗണ്ട് ഇൻസൈഡ് വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ്. പാഡി ഫീൽഡ് അല്ലാതെ പിന്നെ എവിടെയാണ് കാണാൻ പറ്റും? വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് എവിടെയാണ്? ഇക്വിസിറ്റം, സീലോട്ടം, പൈനസ്, സൈക്കസ്. എവിടെ കാണാൻ പറ്റുക? സൈക്കസ് നമുക്ക് എന്ത് കാണാൻ പറ്റും? സൈനോബാക്ടീരിയനെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. എ സെഡൻറ്ററി സീ അനിമൽ ഗെറ്റ്സ് attached to the shell lining of hermit crab. The association is known as. ആ അസോസിയേഷൻ വിളിക്കുന്ന പേരെന്താണ്? സീ അനിമണും അതുപോലെ തന്നെ ആ ഹെർമിറ്റ് ക്രാബും അല്ലേ. നമ്മൾ പഠിച്ചതാണ് അത്. എന്നുള്ള എക്സാമ്പിളാണെന്ന്? കമൻ സാലിസത്തിനുള്ള എക്സാമ്പിളാണ്. ഓക്കെ, കമൻ സാലിസത്തിലുള്ള എക്സാമ്പിളാണ് എന്ത്? സീ അനിമണും അതുപോലെ തന്നെ ഹെർമിറ്റ് ക്രാബ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. എ ബയോളജിസ്റ്റ് സ്റ്റഡിഡ് ദ പോപ്പുലേഷൻ ഓഫ് റാറ്റ്സ് ഇൻ എ barn. He found that the average natality was 250, average mortality 240, immigration 20 and emigration 30. The net increase in population is ചോദിച്ചേക്കണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ്? 250 പേര് എന്തുണ്ട് അവിടെ നെറ്റ് ജനിച്ചവർ അല്ലേ. അതിൻ്റെ ആ മോർട്ടാലിറ്റി പറഞ്ഞത് എങ്ങനെയാണ്? 240 240. ഇനി അതിൽ നോക്കി നോക്കുക. ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങോട്ട് പോയവർ 20, ഇങ്ങോട്ട് വന്നത് എന്താണ്? 30 പേര് അല്ലേ. അപ്പോൾ അവിടെ എന്തായി ചെയ്യുമ്പോൾ അവിടെ എന്താ വരിക? നെറ്റ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് പോപ്പുലേഷനിൽ ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം എന്ത് നോക്കി നോക്കുക. 20 പേര് 250 പേരാണ് അല്ലേ. 250 പേര് ജനിച്ച മോർട്ടാലിറ്റി. അതിൽ 240 എന്ത് മരിച്ച മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 10 കിട്ടുന്നുള്ളൂ അല്ലേ. അതുപോലെ തന്നെ ഇമിഗ്രേഷനും മൈഗ്രേഷനും നോക്കുകയാണെങ്കിൽ അത് നോക്കി നോക്കുക. അപ്പോൾ കിട്ടുന്ന ആ നെറ്റ് ഇൻക്രീസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആണ്. എന്ത്? ആ നെറ്റ് ഇൻക്രീസ് എന്ന് പറയുന്നത് 0 ആണ്. അടുത്ത ദിവസം നോക്കി നോക്കുക. ഏജ് പിരമിഡ് വിത്ത് ബ്രോഡ് ബേസ് ഇൻഡിക്കേറ്റ്സ്. ഏജ് പിരമിഡ് വയ്ക്കുമ്പോൾ ആ ബ്രോഡ് ബേസ് ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് എന്തിനെയാണെന്ന്. ഹൈ പെർസെൻറ്റേജ് ഓഫ് ഓൾഡ് ഇൻഡിവിജ്വൽസ്, ലോ പെർസെൻറ്റേജ് ഓഫ് യങ് ഇൻഡിവിജ്വൽസ്, എ സ്റ്റേബിൾ പോപ്പുലേഷൻ, ഹൈ പെർസെൻറ്റേജ് ഓഫ് യങ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഇതിനെ കാണിക്കുന്നത് ഹൈ, ആ താഴെ കാണിക്കുന്നത് അല്ലേ ഹൈ പെർസെൻറ്റേജ് ഓഫ് എന്താണ്? യങ് ഇൻഡിവിജ്വൽസ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ദിവസം ഡിസ്കസ് ചെയ്യാം അല്ലേ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പാരസൈറ്റിക് അഡാപ്റ്റേഷൻ. തന്നതിലെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് അല്ലാത്തത് അതിൽ ഏതാണെന്ന് അല്ലേ.
development of adhesive organs, loss of digestive organ, loss of reproductive capacity, loss of unnecessary sense organ. അപ്പോൾ അതിലെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻ അത് എന്താണ്? ലോസ് ഓഫ് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. ഓക്കെ, ലോസ് ഓഫ് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്തല്ല? ഒരു പാരസൈറ്റിക് അഡാപ്റ്റേഷൻ അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ബെന്തിക് ഓർഗാനിസംസ് ആർ എഫക്റ്റഡ് ദ മോസ്റ്റ് ബൈ. ബെന്തിക് ഓർഗാനിസംസ് ആർ എഫക്റ്റഡ് ദ മോസ്റ്റ് ബൈ. എങ്ങനെയൊക്കെ അത് എഫക്ട് ചെയ്യുക? ലൈറ്റ് റിയാക്ടിങ് ദ ഫോറസ്റ്റ് ഫ്ലോർ, സർഫസ് ടർബുലൻസ് ഓഫ് വാട്ടർ, സെഡിമെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്വാട്ടിക് എക്കോസിസ്റ്റം, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. അപ്പോൾ ഏതായിരിക്കും വരിക? അതിലെ നോക്കി നോക്കുക. എന്താ വരിക? ബെന്തിക് ഓർഗാനിസേഷൻ അല്ലേ? അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ സെഡിമെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്വാട്ടിക് എക്കോസിസ്റ്റം. ബെന്തിക് ഓർഗാനിസം എന്ന് പറയുന്നത് എഫക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? സെഡിമെന്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ഏറ്റവും കൂടുതലായിട്ട് അത് എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക. കെസ്ക്യൂട്ട ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. കെസ്ക്യൂട്ട എന്ന് പറയുന്നത് പാരസൈറ്റ് എന്ന് നമുക്കറിയാം, പക്ഷെ തന്നിരിക്കുന്നത് എന്താണ്? എക്ടോ പാരസൈറ്റ് ആണോ, ബ്രൂഡ് പാരസൈറ്റിസ് ആണോ, പ്രിഡേഷൻ ആണോ, അതുപോലെ തന്നെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? എൻഡോ പാരസൈറ്റിസം ആണോ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ കെസ്ക്യൂട്ട എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണത്? കെസ്ക്യൂട്ട എന്ന് പറയുന്നത് എക്ടോ പാരസൈറ്റിന് എക്സാമ്പിൾ ആണ് എന്ത്? കെസ്ക്യൂട്ട എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ മരത്തിൻ്റെ മുകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ചെടി. അപ്പോൾ കസ്ക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? എക്ടോ പാരസൈറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. പീപ്പിൾ ഹു ഹാവ് മൈഗ്രേറ്റഡ് ഫ്രം ദ പ്ലെയിൻസ് ടു എൻ ഏരിയ അഡ്ജോയിനിങ് റോത്താങ് പാസ് അബൌട്ട് 6 months ബാക്ക്. അപ്പോൾ അതാണെങ്കിൽ ഫീച്ചർ നോക്കി നോക്കുക. ഹാവ് മോർ RBCs ആൻഡ് ദെയർ ഹീമോഗ്ലോബിൻ ഹാസ് എ ലോവർ ബൈൻഡിങ് എഫിനിറ്റി ടു ഓക്സിജൻ, are not physically fit to play games like football, suffer from altitude sickness with symptoms like nausea, fatigue, etc., have the usual RBC count but their hemoglobin has very high binding affinity to oxygen. അപ്പോൾ ഏതാ വരിക? അതിലെ പീപ്പിൾ ഹാവ് മൈഗ്രേറ്റഡ് ഫ്രം ദ പ്ലെയിൻസ് ടു എൻ ഏരിയ അഡ്ജോയിനിങ് റോത്താങ് പാസ് അല്ലേ? അപ്പോൾ 6 months ബാക്ക് വരെ. അപ്പോൾ അവരുടെ ബോഡിയിൽ എന്താണ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ? ഹാവ് മോർ RBCs ആൻഡ് ദെയർ ഹീമോഗ്ലോബിൻ ഹാസ് എ ലോവർ ബൈൻഡിങ് എഫിനിറ്റി ടു ഓക്സിജൻ. ഓക്കെ, ഇനി വാട്ട് ടൈപ്പ് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഫോളോവിങ് ഏജ് പിരമിഡ്. അവിടെ ഏജ് പിരമിഡ് കൊടുത്തിട്ടുണ്ടല്ലേ? അതിൽ പ്രീ റീപ്രൊഡക്റ്റീവ് പീരീഡ് ആണ് കുറച്ച് കൊടുത്തേക്കുന്നത്, പ്രീ റീപ്രൊഡക്റ്റീവ് പീരീഡ് ആണ് കുറച്ചും കൂടുതൽ അല്ലേ? പിന്നെ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് പീരീഡ്. ഇങ്ങനെ ഒരു റീപ്രൊഡക്റ്റീവ് പീരീഡിൻ്റെ പിക്ചർ കൊടുക്കുകയാണെങ്കിൽ അത് എന്താ കാണിക്കുന്നത്? ഡിക്ലൈനിങ്. ബേസ് കുറേ നീണ്ടു പോയാലാണ് എന്താ അത് എക്സ്പാൻഡിങ് ആവാം അല്ലേ? ഇതെന്ത്? ഡിക്ലൈനിങ് ആയിട്ടുള്ള പോപ്പുലേഷൻ്റെ ഒരു മോഡലാണ് തന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി നോക്കാം. ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്? 32 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 32 ആണ്. ലാർജ് വുഡി വൈൻസ് ആർ മോർ കോമൺലി ഫൗണ്ട് ഇൻ. ലാർജ് വുഡി വൈൻസ് ആർ മോർ കോമൺലി ഫൗണ്ട് ഇൻ. എവിടെ കാണാൻ പറ്റിയത് നമുക്ക്? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൻ്റെ ഫീച്ചറാണ് എന്ത്? ലാർജ് വുഡി വൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, consider the following 4 conditions and select a correct pair of them adaptations to environment in desert lizards. Conditions കൊടുത്തിട്ടുണ്ട്. burrowing in soil to escape high temperature, പിന്നെ എന്താ കൊടുത്തേക്കണേ? ലോസിങ് ഹീറ്റ് റാപ്പിഡ്ലി ഫ്രം ദ ബോഡി ഡ്യൂറിങ് ഹൈ ടെമ്പറേച്ചർ, ബാസ്ക് ഇൻ സൺ വെൻ ടെമ്പറേച്ചർ ഈസ് ലോ, ഇൻസുലേറ്റിംഗ് ബോഡി ഡ്യൂ ടു തിക്ക് ഫാറ്റി ഡെർമിസ്. അപ്പോൾ അതിൽ ഏതാ ഓപ്ഷൻ വരിക നോക്കി നോക്കുക. അതിൽ ഓപ്ഷൻ വരുമ്പോൾ ഏതാ വരിക? ഓപ്ഷൻ നോക്കി നോക്കുക. നമുക്ക് ഇത് കൊടുത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ 4 കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ആ ഡിസേർട്ട് ലിസേർട്സിൻ്റെ കാര്യം അല്ലേ? അപ്പോൾ എന്താ? ബറോവിങ് ഇൻ സോയിൽ ടു എസ്കേപ്പ് ഹൈ ടെമ്പറേച്ചർ ഫീച്ചർ ആണല്ലേ? പിന്നെ എന്താണ്? ബാസ്ക് ഇൻ ദ സൺ വെൻ ടെമ്പറേച്ചർ ഈസ് ലോ. അതും എന്താണ്? ആ ഡിസേർട്ട് ലിസേർട്ടിൻ്റെ ഫീച്ചറാണ്. അപ്പോൾ ഓപ്ഷൻ ഡി അല്ല ബി. ഓക്കെ, ബോൾ അല്ലേ? ബി. ഓപ്ഷൻ 1ഉം 3ഉം ആണ് എന്ത്? അതിൻ്റെ ആൻസർ കേട്ടോ. അതായത് ആ ഹീറ്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനും അതിങ്ങനെ ഹീറ്റ് രക്ഷപ്പെടാനും അതിന് ഹീറ്റ് കിട്ടാൻ എന്താ ചെയ്യാന്നുള്ളത്. Which one of the following is categorized as a parasite in true sense? അത് ട്രൂ സെൻസിൽ പാരസൈറ്റ്സ് എന്ന് പറയുന്നത് തന്നതിൽ ഏതാണെന്ന്. The female Anopheles bites and sucks blood from humans. Human fetus developing inside the uterus draws nourishment from the mother. Head loss living on the human scalp as well as laying eggs on human hair. The cuckoo lays its eggs in crow's nest. അപ്പോൾ അത് തന്നതിൽ ഏറ്റവും എന്താ പറയുക ഒരു പാരസൈറ്റ് ട്രൂ സെൻസിൽ പാരസൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ തലയിൽ വരുന്നത് അല്ലേ? ഹെഡ് ലോസ് എന്ന് പറയുന്നത് ലിവിങ് ഓൺ ദ ഹ്യൂമൻ സ്കാൽപ്പ് ആസ് വെൽ ആസ് ലേയിങ് എഗ്സ് ഓൺ ഹ്യൂമൻ ഹെയർ. അതാണ് എന്ത്? ട്രൂ ആയിട്ടുള്ള ഒരു പാരസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, The logistic population growth is expressed by, അത് നമുക്ക് എന്ത് ആ ഇക്വേഷൻ നമുക്ക് അറിയാം. ലോജിസ്റ്റിക് എക്സ്പെൻഷൻ ഗ്രോത്ത് ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? dn/dt =rn എന്തായിരിക്കും? k-n/k. ഓക്കെ, dn/dt rn. അതിൻ്റെ ബ്രാക്കറ്റ് നമ്മൾ ആലോചിക്കണം എന്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? k-n/k. അതാണ് എന്ത്? ലോജിസ്റ്റിക് പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ ഇക്വേഷൻ. നമുക്കത് ക്ലിയർ ആയിരിക്കണം കേട്ടോ. അടുത്ത എന്താ? ദ ഫിഗർ ഗിവൺ ബിലോ ഈസ് എ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ റെസ്പോൺസ് ടു ഓർഗാനിസം ഫോർ അബയോട്ടിക് ഫാക്ടേഴ്സ്. വാട്ട് ഡു
1, 2, 3 and represent respectively. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പിക്ചേഴ്സും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പിക്ചേഴ്സും എങ്ങനെയാണ് നമുക്ക് ഇത് ക്വസ്റ്റിന് പറയാമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, എല്ലാ പിക്ചേഴ്സും നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അവിടെ 1, 2, 3 അതിൽ വരുന്ന മാച്ചായി വരുന്നത് അതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കി നോക്കുക, അതിൽ ഇപ്പോൾ നമ്മൾ നോക്കി 1 ഏതാണെന്ന് വരുന്നത്, അതായത് 1 ഒറ്റ ഇതിൽ പോയേക്കാണ് അല്ലേ. അതായത് അവിടെ ആ എക്സ്റ്റേണൽ ലെവൽ, ആ ടെമ്പറേച്ചറിൽ എന്ത് ശരിയാണ്, ഒരു ഡിക്ലൈൻ ചെയ്ത ലെവലാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തായിരിക്കും, റെഗുലേറ്റേഴ്സ് ആണ് അല്ലേ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അതേ വെച്ചിട്ടാണ് നമ്മൾ നോക്കി നോക്കുക. 1 എന്ന് പറയുന്നത് എന്താണ്, റെഗുലേറ്റേഴ്സ് ആണ്. അതുപോലെ 2 എന്ന് പറയുന്നത് എന്താണ്, 2 എന്ന് പറയുന്നത് കൺഫേമേഴ്സ് ആണ് അല്ലേ. കൺഫേമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, their body temperature or osmotic concentration changes with the surroundings condition അനുസരിച്ച് ചേഞ്ച് ചെയ്ത് പോകുന്നതാണ് ആര്, കൺഫേമേഴ്സ് എന്ന് പറയുന്നത്. റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ആളുകൾ അല്ലേ, റെഗുലേറ്റർ എന്ന് പറഞ്ഞു. ഇനി നമുക്കൊരു തേർഡിൻ്റെ ആളുകളുണ്ട് അല്ലേ. തേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പാർഷ്യൽ റെഗുലേറ്റർ ആണ് ഇത് തേർഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ 36ൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ കറക്റ്റ് വൺ. അപ്പോൾ 1 എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ റെഗുലേറ്റേഴ്സ് ആണ് അല്ലേ. അടുത്തെന്ന് പറയുന്നത് പാർഷ്യൽ റെഗുലേറ്റേഴ്സ് ആണ്. 2 എന്ന് പറയുന്നത് എന്താണ്, കൺഫേമേഴ്സ് ആണ് 2 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിരിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ പിക്ചറും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു പിക്ചർ ഒരു ജസ്റ്റ് ഗ്രാഫ് അല്ലേ എന്ന് വെച്ച് മിസ് ചെയ്യാനല്ല, എല്ലാ പിക്ചറും നമുക്ക് അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി ബയോളജിയുടെ കേസിൽ നമ്മൾ ടീച്ചർ പറയണം കേട്ടോ. Question number 37 നോക്കുക. Which one of the following is one of the characteristics of biological community? ഒരു ബയോളജിക്കൽ കമ്മ്യൂണിറ്റി ആണെങ്കിൽ അതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുമ്പോൾ ഏതാണ്, സ്ട്രാറ്റിഫിക്കേഷൻ, മോർട്ടാലിറ്റി, നേർട്ടാലിറ്റി, സെക്സ് റേഷ്യോ. അപ്പോൾ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി ആണെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നതാണ് സ്ട്രാറ്റിഫിക്കേഷൻ അല്ലേ. അതാണ് എന്ത്, ബയോളജിക്കൽ കമ്മ്യൂണിറ്റിയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം അല്ലേ. 38 വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി ഡിഫൈൻഡ്. തന്നതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിൽ ഏതാണെന്ന് അല്ലേ. ഹോസ്റ്റ് ഈസ് എൻ ഓർഗാനിസം വിച്ച് പ്രൊവൈഡ്സ് ഫുഡ് ടു അനദർ ഓർഗാനിസം. അമെൻസാലിസം ഈസ് എ റിലേഷൻഷിപ്പ് ഇൻ വിച്ച് വൺ ഓഫ് സ്പീഷീസ് ഇസ് ബെനിഫിറ്റഡ് വേറസ് ദ അതർ ഇസ് അൺഎഫക്റ്റഡ്. Predator is an organism that catches and kills other organism for food. Parasite is an organism which always lives inside the body of other organism and may kill it. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ഏതാണ്, Predator is an organism that catches and kills other organism for food. ഓക്കെ, Question number 39 നോക്കി നോക്കുക. A country with a high rate of population growth took measure to reduce it. The figure below shows age sex pyramids of population A and B. A and B എന്ന് പറയുന്നത് 20 years apart. Select the correct interpretation about them. തന്നത് കൊടുത്തിട്ടുണ്ട്, മെയിൽ കൊടുത്തിട്ടുണ്ട്, ഫീമെയിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അവരുടെ ഏജ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിലെ ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തിട്ടില്ല, 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ആ ഇൻ്റർപ്രിട്ടേഷനിൽ എൻ്റെ കൊടുത്തിരിക്കണേ ബി ഈസ് ഏർലിയർ പിരമിഡ് ആൻഡ് ഷോസ് സ്റ്റെബിലൈസ്ഡ് ഗ്രോത്ത് റേറ്റ്. ബി ഈസ് മോർ റീസെൻറ്റ് ഷോയിങ് ദാറ്റ് പോപ്പുലേഷൻ ഈസ് വെരി യങ്. A is the earlier pyramid and no change has occurred in the growth rate. A is more recent and shows slight reduction in the growth rate. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു എ എന്നുള്ള പിക്ചറും ബി എന്നുള്ള പിക്ചറും. അപ്പോൾ നമുക്ക് നോക്കാം, ഗ്രോത്ത് റേറ്റിൽ നിന്ന് നോക്കി നോക്കുക അതിലേതാണ്, നമുക്ക് പിക്ചറിൽ കുറച്ചും കൂടി നോക്കി നോക്കുക അതിലേതാണെന്നുള്ളത് നോക്കി നോക്കുക. അപ്പോൾ നമുക്ക് ക്ലിയർ ആണ് എന്ത്, എ ഈസ് ദ മോർ റീസെൻറ്റ് ആൻഡ് ഷോസ് സ്ലൈറ്റ് റിഡക്ഷൻ ഇൻ ഗ്രോത്ത് റേറ്റ്. എ എന്ന് പറയുന്നത് എന്താണ്, മോർ റീസെൻ്റ് ആണ്, മാത്രമല്ല ഗ്രോത്ത് റേറ്റിൽ വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ. ഗ്രോത്ത് റിഡക്ഷൻ എന്ന് പറയുന്നത് കുറവെന്ന് അത് പറയുന്നത് വളരെ കുറവേ ഉള്ളൂ. ബീനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കും. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ നോക്കി നോക്കുക, ഇവിടെ 0 to 9 വരെ ഉള്ളതിലേ, ഇവിടെ 0 to 9 വരെ കൊടുക്കണേലേ ആ ഏജിൻ്റെ നോക്കി ബേസ് നോക്കി നോക്കുക. അപ്പോൾ അതിൽ ആ വളർച്ചയുടെ പീരീഡ് എന്നല്ലേ, പ്രീ റീപ്രൊഡക്റ്റീവ് പീരീഡിലെ ഏജിൽ നോക്കി നോക്കുക. അപ്പോൾ മനസ്സിലാവും എന്ത്, എയിലാണ് എന്ത് മോർ റീസെൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഗ്രോത്ത് റേറ്റിൽ സ്ലൈറ്റ് എന്തെങ്കിലും കുറവേ ഉള്ളൂ എന്നുള്ളത് ക്ലിയർ ആവും. Question number 40 നോക്കി നോക്കുക. റിഡക്ഷൻ ഇൻ വാസ്കുലർ ടിഷ്യൂ, മെക്കാനിക്കൽ ടിഷ്യൂ ആൻഡ് ക്യൂട്ടിക്കിൾ ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്. ഇതിലൊക്കെയാണ് ക്യൂട്ടിക്കിൾ ഇല്ല, വാസ്കുലർ ടിഷ്യൂസ് ഇല്ല, അതൊക്കെ എന്തിൻ്റെ ഫീച്ചറാണെന്ന് അല്ലേ. മീസോഫൈറ്റ്സ്, എപ്പിഫൈറ്റ്സ്, ഹൈഡ്രോഫൈറ്റ്സ്, സീറോഫൈറ്റ്സ്. എന്തിൻ്റെ ഫീച്ചറാണത്, ഹൈഡ്രോഫൈറ്റ്സിൻ്റെ ഫീച്ചറാണ്. 41 നോക്കി നോക്കുക. കൺസിഡർ ദ ഫോളോവിങ് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് 1 to 4 about certain desert animals such as kangaroo, right? They have a dark color and high rate of reproduction and excrete solid urine. They do not drink water, breathe at a slow rate to conserve water and have their body covered with thick hairs.
They feed on dry seeds and do not require drinking water. They excrete very concentrated urine and do not use water to regulate body temperature. Which two of the above statements for such animals are true? Kangaroo rat സംബന്ധിച്ചിടത്തോളം ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അതിൽ ഏതാണെന്ന്. കങ്കാരു റേറ്റിന് എന്താ ആവശ്യമില്ല, വെള്ളം ഒട്ടും കുടിക്കാത്ത ജീവിയാണ് കങ്കാരു റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 3യും 4 ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. എങ്ങനെയാണ്? ദേ ഫീഡ് ഓൺ ഡ്രൈ സീഡ്സ് ആൻഡ് ഡു നോട്ട് റിക്വയർ ഡ്രിങ്കിങ് വാട്ടർ. ദേ എക്സ്ക്രീറ്റ് വെരി കോൺസെൻട്രേറ്റഡ് യൂറിൻ ആൻഡ് ഡു നോട്ട് യൂസ് വാട്ടർ ടു റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ 3യും 4 മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കി നോക്കാം. ക്വർക്കസ് സ്പീഷീസ് ആർ ദ ഡോമിനൻറ്റ് കമ്പോണൻറ്റ് ഓഫ്. ഏതിലെയാണ് ക്വർക്കസ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത്? തന്നതിൽ ഏറ്റവും ഡോമിനൻറ്റ് സ്പീഷീസ് എന്നത് ഏതിലെയാണ്? സ്ക്രബ് ഫോറസ്റ്റ് ആണോ, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണോ, ടെമ്പറേറ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ആണോ, ആൽപൈൻ ഫോറസ്റ്റ് ആണോ? ഏതിലെയാണ്? ടെമ്പറേറ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ്. ഓക്കെ, അടുത്ത ദിവസം നോക്കി നോക്കാം. ജിയോമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഏജ് സ്ട്രക്ചർ ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്. എന്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ജിയോമെട്രിക് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്? പോപ്പുലേഷൻ്റെ. ഓക്കെ, Question number 44 നോക്കി നോക്കുക. The population of an insect species shows an explosive increase in number during rainy season followed by its disappearance at the end of the season. What does it shows? The food plants mature and die at the end of the rainy season. Its population growth curve is of J shape. The population of its predators increase enormously. The S shape or sigmoid growth is growth of this insects. അപ്പോൾ അതെന്തിനാണ് ഷോൺ ചെയ്യേണ്ടത്? എന്തിനാണത്? പോപ്പുലേഷൻ ഗ്രോത്ത് കർവ് എന്ന് പറയുന്നത് ജെ ഷേപ്പ് അല്ലേ. ജെ ഷേപ്പ് കർവിനെയാണ് നമ്മൾ ആ 2 തരത്തിലുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് പഠിച്ചതാണ്. ഒന്ന് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, അതുപോലെ തന്നെ ഒന്ന് ലോജിസ്റ്റിക്സ് ഗ്രോത്ത് അല്ലേ. അപ്പോൾ അത് ജെ ഷേപ്പ് കിട്ടുന്നത് പറയുന്നത് നമ്മുടെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. അപ്പോൾ അതിലൊരു എക്സാമ്പിളാണ് എന്ത്? നമ്മളുടെ ഈ മഴക്കാലത്ത് പ്രാണികൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ജെ ഷേപ്പാണ് കാണിക്കുന്നത്. If the mean and the median pertaining to a certain character of a population are of the same value, the following is most likely to occur. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ബൈമോഡൽ ഡിസ്ട്രിബ്യൂഷൻ, എ ടി ഷേപ്ഡ് കർവ്, എ സ്ക്യൂഡ് കർവ്, എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. എങ്ങനെയാണ്? മീൻ ആൻഡ് മീഡിയൻ എന്ന് പറഞ്ഞാൽ അല്ലേ, അതൊരു സർട്ടൻ ക്യാരക്ടർ പോപ്പുലേഷൻ കാണിക്കുകയാണെങ്കിൽ അത് സെയിം വാല്യൂ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഒരു നോർമൽ ആയിട്ടുള്ള പോപ്പുലേഷൻ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. A high density of elephant population in an area can result in intra-specific competition, inter-specific competition, predation on one another, mutualism. അപ്പോൾ എന്താ വരിക? ഒരേ തരത്തിലുള്ള ഓർഗാനിസംസ് ആണ് അവിടെ കൂടുന്നത്. അവിടെ എന്താ വരിക? ഇൻട്രാസ്പെസിഫിക് കോമ്പറ്റീഷൻ. 46 ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. എന്ത്? ഓപ്ഷനിലെ കറക്റ്റ് വൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 46 ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് ക്ലിയർ ചെയ്യാം. എവിടെയാണ് ഡൗട്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, സോ താങ്ക് യു.